റൊണാൾഡോയുടെ അച്ഛൻ 51-ാമത്തെ വയസ്സിൽ ആൽക്കഹോളിന് അഡിക്റ്റായി മരിച്ചൊരു മനുഷ്യനാണ്. ഞാൻ ഒരിക്കൽ പോലും മദ്യത്തിന് അഡിക്റ്റ് ആവില്ല എന്ന് റൊണാൾഡോ തീരുമാനിച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അയാളുടെ ചേട്ടൻ ഹ്യൂഗോ അൽവേരോ അച്ഛന്റെ അതേ വഴി പിന്തുടർന്നു. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും പല ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു കാരണമോ ഒരു ബലമോ ഹ്യൂഗോ അൽവേരോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഹ്യൂഗോ റൊണാൾഡോയോട് പറഞ്ഞു, എടാ ഞാൻ ഈ മദ്യപാനം ഇതിനോടുള്ള അഡിക്ഷൻ നിർത്താൻ പൂർണ്ണമായിട്ട് ശ്രമിക്കാം, നീ എനിക്കൊരു പ്രോമിസ് തരികയാണ്. റൊണാൾഡോ ചോദിക്കുന്നു, എന്താണ് പ്രോമിസ്? ഇത്തവണ റിയൽ മാഡ്രിഡിന് വേണ്ടി നീ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണം. ആ വർഷം 17 ഗോളുകളാണ് ആ സീസണിൽ റൊണാൾഡോ അടിച്ചത്. ടോപ്പ് സ്കോററായിരുന്നു. ഫൈനലിൽ എത്തിച്ചു. ഫൈനലിൽ അവസാനത്തെ ഗോളും അടിച്ച ആ മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞപ്പോ നേരെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത് തന്റെ ചേട്ടനെയാണ്. ഒരുപക്ഷെ റൊണാൾഡോ സന്തോഷം കൊണ്ട് കരഞ്ഞതിന് പുറകിൽ ഈ കപ്പ് നേടിയത് അത് മാത്രമായിരിക്കില്ല, തന്റെ ചേട്ടന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റിയതിന്റെ സന്തോഷം കൂടിയായിരിക്കും. ഒരുപക്ഷെ റൊണാൾഡോ ചെവിയിൽ പറഞ്ഞത് ഇതായിരിക്കും, ഐ ഡിഡ് മൈ പ്രോമിസ്, ഞാൻ എന്റെ വാക്ക് പാലിച്ചു, ഇനി നിന്റെ ഊഴമാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം റൊണാൾഡോയുടെ ചേട്ടൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ്.